പുരുഷന്മാരിലും ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെരിക്കോസീൽ എന്ന് പറയുന്നത്. പുരുഷന്മാരിലെ സ്ക്രോട്ടം അല്ലെങ്കിൽ വൃഷ്ണത്തിൽ കാണപ്പെടുന്ന വെയിൻസിന് വരുന്ന തകരാറ് കാരണം സ്പേമിന്റെ പ്രൊഡക്ഷനെയും അതിന്റെ മോട്ടിലിറ്റിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ കാലിലൊക്കെ വെരിക്കോസ് വെയിൻ ഉള്ള പോലെ തന്നെയാണ് ഇത്തരം വെയിൻസ് പുരുഷന്മാരിൽ ഇത്തരം ഭാഗങ്ങൾ കാണപ്പെടുന്നത്. അത് കാരണം നല്ല രീതിയിലുള്ള സ്പേം പ്രൊഡക്ഷൻ സംഭവിക്കാതിരിക്കുകയും അതും ഒരു ഇൻഫെർട്ടിലിറ്റിക്കായിട്ട് പ്രശ്നം വരുന്നുണ്ട്. ഇത് കൺഫേം ചെയ്യാൻ നമുക്ക് USG, സ്ക്രോട്ടം തുടങ്ങിയ എക്സാമിനേഷനിലൂടെ അത് കണ്ടെത്താൻ സാധിക്കും. രണ്ടാമതായിട്ട് അമിതവണ്ണം, മൂന്നാമതായിട്ട് ആൽക്കഹോൾ, സ്മോക്കിംഗ് അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കാരണം ഇതൊക്കെ സ്പേമിന്റെ കൗണ്ടിനെയും അതേപോലെ തന്നെ മോട്ടിലിറ്റി ഇത്തരം പ്രശ്നങ്ങളെ ബാധിക്കുന്നത്. കാരണങ്ങൾ നിങ്ങളുടെ സ്പേം കൗണ്ടിനെ ബാധിക്കുന്നത് പറയുന്നത് ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് പോലത്തെ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളിൽ, ഒരുപാട് നേരം 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളിൽ, അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്പേം കൗണ്ടിനും അതിൻ്റെ പ്രൊഡക്ഷനെയൊക്കെ ബാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു സെമൻ അനാലിസിസിലൂടെ നിങ്ങൾക്ക് സ്പേമിന്റെ കൗണ്ട്, മോട്ടിലിറ്റി, അതിന്റെ വോളിയം ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഹോർമോണൽ ടെസ്റ്റുകൾ ഉണ്ട്, ടെസ്റ്റോസ്റ്ററോൺ പോലത്തെ. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഹോർമോൺ പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു സ്കാനിങ്ങിലൂടെ സ്ക്രോട്ടത്തിൽ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റും. അസോസ്പേർമിയ എന്ന കണ്ടീഷൻ ആണെങ്കിൽ ഇത് ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഇത് ഒബ്സ്ട്രക്റ്റീവ്, നോൺ ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തടസ്സങ്ങൾ കാരണമാണ് ഈ സ്പേം പ്രൊഡക്ഷൻ നടക്കാത്തതാണെങ്കിൽ നമുക്കത് എന്തെങ്കിലും ട്രീറ്റ്മെന്റിലൂടെ ശരിയാക്കാം. പക്ഷെ നോൺ ഒബ്സ്ട്രക്റ്റീവ് കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഫെർട്ടൈൽ ആവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇപ്പോൾ ട്രീറ്റ്മെന്റ്സ് ആയിട്ട് നോക്കുമ്പോൾ ഇന്ന് ഹോമിയോപ്പതിയിലും ഇത്തരം കൗണ്ട് പോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് മരുന്ന് ലഭ്യമാണ്. ഇതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ മാറ്റിയെടുത്ത് ഒരു വന്ധ്യത എന്ന പ്രശ്നത്തിന് ഒരു പൂർണ്ണമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും.